മൂകാംബികയിലേക്ക് പോകുന്ന പലരും ചെയ്യുന്നൊരു തെറ്റുണ്ട്. താമസം മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ മൂകാംബികയിൽ എത്തിയ ശേഷം വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഒരു സ്റ്റേ കണ്ടെത്തുന്നത്. ഈ വീഡിയോയിൽ ഞങ്ങൾ താമസിച്ച രത്ന ഹോം സ്റ്റേയുടെ ഒരു ജെനുവിനായിട്ടുള്ളൊരു ഫീഡ്ബാക്കും എങ്ങനെ അത് ബുക്ക് ചെയ്യാമെന്നുള്ളതും അടുത്തുള്ള മറ്റ് സ്റ്റേകളുടെ ഓപ്ഷനുകളും പിന്നെ അവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ ഒരു ഫീഡ്ബാക്കും ഒടുവിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ സ്വന്തം താമസ സൗകര്യം എങ്ങനെ ബുക്ക് ചെയ്യാം എന്നതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ട് 100 മീറ്ററിൽ മാത്രം താഴെയായിട്ടാണ് ശ്രീരത്ന ഗസ്റ്റ് ഹൗസ് വരുന്നത്. റെസ്റ്റോറൻറ്റും കൂടെ തന്നെ ഉണ്ട്. നമ്മൾ എത്തിയപ്പോൾ ഏകദേശം 9 മണിയായി. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. 24 അവേഴ്സാണ് നമ്മൾ ചെക്ക് ഔട്ട് ടൈം വരുന്നത്. ലിഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്വീറ്റ് റൂമാണ്. സ്വീറ്റ് റൂമിൽ അത്യാവശ്യം നല്ല വലിയ റൂമാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. എല്ലാ ഡീറ്റെയിൽസും ആ റൂമിൽ തന്നെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം ഇതിൽ 5 അഡൽട്സും 2 കുട്ടികളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 2 വലിയ ബെഡ്, അതുപോലെ തന്നെ 2 വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഹോട്ട് വാട്ടർ 24/7 ആണ് അവൈലബിൾ. പിന്നെ മിനി ഫ്രിഡ്ജ്, ഒരു ബാൽക്കണി ചെറുതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കർ, നമ്മുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു റൂം ഫെസിലിറ്റിയാണ് ഇവിടെ സ്വീറ്റ് റൂമിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ റൂമിൻ്റെ ഒരു വൃത്തിയാണ്. റൂം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ രത്ന ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് എഗെയിൻ ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. രാവിലെ ദർശനത്തിന് നടന്ന് തന്നെ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഒരു സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലക്ഷറി റിസോർട്ട് പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിൽ ഇത് അനുയോജ്യമല്ല. എന്നാൽ വൃത്തിയും സുരക്ഷിതവും ക്ഷേത്രത്തിന് അടുത്തുള്ളതുമായ ഒരു ബഡ്ജറ്റ് സ്റ്റേ അന്വേഷിച്ച് വരുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന സ്ഥലമാണ് രത്ന ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ പോസിറ്റീവായിരുന്നു. എന്താണോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് തന്നു. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എമൗണ്ടിലുള്ള റൂംസ് അവൈലബിൾ ആണ്. നോൺ എ സി ഒക്കെ 800 റുപ്പീസ് തൊട്ട് തന്നെ സ്റ്റാർട്ടഡ് ആയിരുന്നു. അപ്പം ഇവിടെ നമുക്ക് പോകുന്നതിന് മുന്നേ തന്നെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അത് വളരെ കംഫർട്ടബിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂകാംബികയിൽ ഫ്രൈഡേയും സാറ്റർഡേ സൺഡേ ഈ ദിവസങ്ങളിലൊക്കെ റൂംസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവരുടെ തന്നെ ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓരോ റൂംസും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ലോഗിൻ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മൾ കയറിയിട്ട് നമുക്ക് ഏത് റൂമാണ് വേണ്ടത് ആ ഒരു ഫോട്ടോയും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ഓരോ തരുന്ന അമ്യൂണിറ്റീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറും അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തിരിക്കാം. നമുക്കൊന്ന് വിളിച്ച് തിരക്കി കഴിഞ്ഞാൽ അവൈലബിലിറ്റിയും ഏർലി ചെക്കിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ പറയും. വളരെ ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ചെക്കൗട്ട് ടൈമിൽ നമുക്ക് ഒന്നെങ്കിൽ പേയ്മെൻറ്റ് നേരത്തെ നടത്താം, അതല്ലെങ്കിൽ അവിടെ ചെന്ന് സ്റ്റേ ചെയ്ത ശേഷം നടത്താവുന്നതാണ്. അപ്പം വളരെ കംഫർട്ടബിളാണ്. റൂംസ് എല്ലാം അവൈലബിളും ആണ്. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ മറ്റൊരു കാര്യം ചെക്ക് ഇൻ ടൈമിംഗ് ആണ്. ബിഫോർ 7 AM ആണെങ്കിലും ഇവിടെ ചെക്ക് ഇൻ അവൈലബിൾ ആണ്. നേരത്തെ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ചെക്കൗട്ട് വരുന്നത് 24 അവേഴ്സ് ലേറ്റർ വരുന്നതാണ്. ഇപ്പോൾ 4 PM ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 4 PM എന്നുള്ള രീതിയിലാണ് ചെക്കൗട്ട് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണമുള്ള റൂം ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എ സിയും നോൺ എ സിയും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ റൂം സർവീസ് ഉണ്ട്. നമുക്ക് ഫുഡ് നമ്മുടെ റൂമിലോട്ട് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്തായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പറയാനില്ല, നീറ്റ്നെസ് ആണ് ഇവരുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. നല്ല നീറ്റാണ്. മീൽസ് വെജ് ഫുഡാണ്. വെജ് മീൽസ്, മസാല ദോശ എല്ലാ ഐറ്റമും അവൈലബിൾ ആണ്. പിന്നെ ഇനി ഇതല്ല ഒരു ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ടെമ്പിളിൻ്റെ പുറത്ത് അത്യാവശ്യം മലയാളി ഹോട്ടൽസ്, മലയാളി സ്റ്റേകളും എല്ലാം അവൈലബിൾ ആണ്. അതല്ലാതെ എല്ലാം ഒത്തിരി വളരെ അടുത്ത് തന്നെ കോമ്പൗണ്ടിന് തൊട്ട് ഫ്രണ്ട് തൊട്ട് തന്നെ വളരെയധികം സ്റ്റേകൾ അവൈലബിൾ ആണ്. ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് തിരക്കുള്ള സമയങ്ങളിൽ സ്റ്റേ കിട്ടാൻ പാടാണ്. അതുപോലെ തന്നെ വീക്കെൻഡ്സിലും സ്റ്റേ കിട്ടാൻ അത്യാവശ്യം നല്ല ടഫാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പറയുന്ന റേറ്റിലാണ് നമ്മൾ സാധാരണ എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോകണമെന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ വിളിച്ചന്വേഷിച്ചിട്ട് അവരിപ്പം വീക്കെൻഡ് ആണെങ്കിൽ അവർ ബുക്കിംഗ് എടുക്കുന്നില്ല, നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാനാണ് പറയുന്നത്. അത് ഒരു റേറ്റിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ
തന്നെ സ്റ്റേ ഓപ്ഷൻസും ആണ്. അവിടെ നമ്മൾ പോയി സംസാരിച്ച് റൂം നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ വരുന്നത്. അത് കർണാടക ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനാണ്. അവിടെ ഏകദേശം 300 മുതൽ 400 രൂപ മുതലൊക്കെ റൂംസ് അവൈലബിൾ ആണ്. അതും ഞാൻ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരെ ശ്രീ മൂകാംബിക ടെമ്പിൾ അക്കോമഡേഷൻ കൊല്ലൂർ ഉടുപ്പി എന്നുള്ള ഒരു പോർഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൂംസും എല്ലാം കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് പാസ്വേഡ് വെച്ച് റീസെറ്റ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു റൂമാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൂടെ 2 കുട്ടികളെയും കൂടെ കൊണ്ടുവരാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതൊരു അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ഈ ടെമ്പിൾ അക്കോമഡേഷൻ കർണാടക ഗവൺമെൻറ്റിൻ്റെ. എനിക്ക് പേഴ്സണലി അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ അത്യാവശ്യം നീറ്റ്നെസ് ഉള്ള ഒരു സ്റ്റേ ആണെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഓപ്ഷനും നോക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സൈറ്റിൽ തന്നെ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ദർശനമാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും ശരിക്കും നടക്കാവുന്ന ദൂരത്തിലുള്ള താമസം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ്സിന് പകരം വീക്ക് ഡേയ്സിൽ ടെമ്പിൾ ദർശനം ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ഒക്കെ കിട്ടാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ കഴിയുന്നത്ര ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു ഗൈസ്. ബൈ.